നമസ്കാരം. നമ്മൾ വീഡിയോ കണ്ട പോലെ സാംസങ് ആണ്, 32 ഇഞ്ചാണ്. മോഡൽ നമ്പർ UA32T4010 എന്ന മോഡലാണ് നമുക്കൊന്ന് വന്നിട്ടുള്ളത്. ഇത് കംപ്ലൈൻറ്റ് ചെയ്യാൻ ഡിസ്പ്ലേ ലൈൻസ് ആയിട്ട് ഫുൾ ലൈൻസ് ആയിട്ട് വന്നത്. ലൈൻസ് പറഞ്ഞാൽ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റാത്ത ഇന്ത്യൻ ഷോട്ടായിരുന്നു. അപ്പോൾ അടുത്ത ഓപ്ഷൻ പറയുകയാണെന്ന് വെച്ചാൽ ഇത് ഡിസ്പ്ലേ ചേഞ്ചിങ് ആണ്. ഇതിലുണ്ടായിരുന്ന ഡിസ്പ്ലേ BOE പാനലാണ്, ഡബിൾ കോഫറിൻ്റെ BOE പാനലാണ്. പുതിയ ഡിസ്പ്ലേ ഇടാൻ കസ്റ്റമർ വില്ലിങ് അല്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ സെക്കൻഡ് പാനലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സെക്കൻഡ് പാനൽ സിംഗിൾ കോഫിൻ്റെ ST പാനലാണ്. ST എന്ന ബ്രാൻഡിൻ്റെ പാനൽ നമ്മുടെ കയ്യിലുള്ളത്. പക്ഷേ ഇതിൽ ഡയറക്റ്റ് ഈ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളതിന് മുന്നേ ഉണ്ടായിരുന്ന ഡിസ്പ്ലേ BOE പാനലാണ്. അപ്പോൾ ഇതിന് T-Combo വരുന്നത് ഇതിൻ്റെ മദർ ബോർഡിലാണ്. ഇത് ഇൻബിൽട്ടായിട്ടാണ് വരുന്നത്. മദർ ബോർഡ് T-Com ഇൻബിൽട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇതിന് കൺവേർട്ട് ചെയ്യണം വെച്ചാൽ ഈ മദർ ബോർഡിൽ തന്നെ ഒരു കണക്ടർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 31 പിന്നിൻ്റെ കണക്ടർ, HD കണക്ടർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മളിതിൻ്റെ ഡാറ്റ നോക്കിയിട്ട് കണക്ഷൻ കൊടുത്തു. അത് കൊടുത്താൽ മാത്രം പോരാ, നമ്മുടെ ഈ ഇതിൽ കൺവേർഷൻ ചെയ്യുമ്പോൾ ഇതിന് സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യണം. 31 പിന്നിൽ കണക്ഷൻ സോഫ്റ്റ്വെയർ ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിൽ പിക്ചർ വരുള്ളൂ, അല്ലെങ്കിൽ ബ്ലാങ്ക് ഡിസ്പ്ലേ വരിക. അപ്പോൾ പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് സെറ്റിന് വർക്കിംഗ് കണ്ടീഷനിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഏത് ഡിസ്പ്ലേ ഇടുകയാണെന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യും. ഏത് ബ്രാൻഡ് വാങ്ങിച്ചിടാം നമുക്ക് ഇതിൽ. 32 ഇഞ്ചിൻ്റെ ഏത് ബ്രാൻഡ് വാങ്ങിച്ചിടാം. അപ്പോൾ എല്ലാം പെർഫെക്റ്റ് റണ്ണിങ് ആണ് കേട്ടോ. ഓക്കെ, ബൈ.